വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ചിലര് ഇതിന് വെളിപാടെന്ന് പറയാറുണ്ട്. വെളിപാട് അത് ചുമ്മാ ഇരുന്നപ്പം ഏതാണ്ടെല്ലാം കണ്ടതും കേട്ടതുമാ. ഇത് വെളിപാടല്ല, വെളിപ്പാട്. 2 പായുണ്ട്. വായിച്ചേമ്മേ, വായിച്ചേ. അതാ. എത്ര പായുണ്ട്? നാളെ ഒരാൾ പറഞ്ഞു ഒന്ന് എനിക്കും തരാം കിടക്കാൻ. 2 പായുണ്ടല്ലോ. കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ പായില്ല, എന്നാലും പറഞ്ഞു 2 പായുണ്ട്, ഒന്ന് എനിക്ക് തരാൻ പറഞ്ഞു. പണ്ട് അക്ഷരം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറ് പഠിപ്പിക്കുക, പ്രായമുള്ളവരെയൊക്കെ പഠിപ്പിക്കുമല്ലോ, അതിനെന്തുവാ പറയുന്നത്, സാക്ഷരത. പഴയ അമ്മമാരാ 5-8 10 നിരന്നിരിക്കുക. അപ്പൊ പഠിപ്പിച്ചു, പാ എഴുതാൻ പറഞ്ഞു. പാ പാ പി പി ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചപ്പം സാറ് പിന്നെ പഠിപ്പിച്ചു, പാ എഴുതി. ഒരു പായുടെ അടിയിൽ ഒരു പായം കൂടി ഇട്ട തള്ള പറഞ്ഞു അടിപ്പാ. പായുടെ അടി ഒരു പായം കൂടി ഇടുമ്പോ അടിപ്പായ. അപ്പൊ ഇത് അടിപ്പായ. 2 പായില്ലേ അമ്മേ? അപ്പോൾ ഇത് വെളിപ്പാട് പുസ്തകം, വെളിപ്പാട്. ഇനി ആരുടെ വെളിപ്പാടാ? അത് ആരുടെയാന്നാ ചോദിച്ചത്? 1-ാം വാക്യം വായിച്ചു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് മതി. അപ്പൊ ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. നമുക്കുണ്ടായ വെളിപാടല്ല, സഭയുടെ അധ്യക്ഷനുണ്ടായ വെളിവുകേടും വെളിപ്പാടുമല്ല, ചില പെണ്ണുങ്ങൾക്കുണ്ടായ വെളിപ്പാടല്ല, സഭയിലെ മൂപ്പനുണ്ടായ വെളിപ്പാടല്ല, രാത്രി കിടന്നപ്പം അന്തും ബിന്ദും കണ്ടതല്ല. ഇത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ദൈവത്തിന്റെ മഹത്വം. ഈ വെളിപ്പാട് പുസ്തകം ഒത്തിരി തർക്കത്തിന് ഇടയാക്കുന്ന ഒരു പുസ്തകമാണ്. ഇപ്പോഴും തർക്കം നടന്നുകൊണ്ടിരിക്കുക. ഇതിനകത്തെ പ്രധാനപ്പെട്ട വിഷയം പറയാം. വെളിപ്പാട് പുസ്തകം അതാ പ്രധാനപ്പെട്ട വിഷയം. നമ്മളെല്ലാവരും ഈ പ്രധാനപ്പെട്ട വിഷയം അങ്ങ് കളയും. അല്ലാത്തതിനെല്ലാം നമ്മൾ കിടന്ന് കടിപിടി കൂട്ടുക, തർക്കം, വാദം, ഖണ്ഡനം. ഓരോരുത്തർ പുസ്തകം എഴുതുക. ഒരു പുസ്തകം മറ്റേ പുള്ളി എഴുതിയ പുസ്തകത്തോട് യോജിക്കുകയല്ല. പുള്ളിയെ വെട്ടിയായി പുള്ളി എഴുതുക. നാളെ ഒരാൾ പറഞ്ഞ 11 അവനിട്ട് ഞാനൊന്ന് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 11 വേറൊരാൾ പറഞ്ഞ് 12 ഞാൻ എല്ലാത്തിനെയും വലിച്ചു കീറിയെന്ന്. ഒരാൾ പറഞ്ഞു 4-5 എടുത്തോണ്ട് എൻ്റെ അടുക്ക വരരുത്. അപ്പൊ ഈ ക്രൈസ്തവ ലോകത്തില് തർക്കം നടക്കുക. 2 സാക്ഷികളാരാ? 12 സ്ത്രീ ഏതാ? മുദ്ര പൊട്ടിക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം ഏതാ? അതിന്റെ 10 കൊമ്പ് ആരൊക്കെയാ? ഇടയ്ക്കൊരു കൊച്ചു കൊമ്പ് അതേതാ? മുദ്രയുണ്ടല്ലോ 666, അതിന്റെ വ്യാഖ്യാനം. ഇത് തെറ്റാന്നല്ല. 4-ാം അധ്യായത്തിൽ സഭ എടുക്കപ്പെടുമോ അതോ 12 വരെ എടുക്കപ്പെടാതിരിക്കുമോ? സഭ മഹോദരവത്തിന് മുമ്പ് എടുക്കപ്പെടുമോ? മഹോദരവത്തിൽ കൂടെ കടന്നു പോകുമോ? അതോ മഹോദരവം കഴിഞ്ഞാന്നോ? അതോ ഇനി മഹോദരവം എന്ന് പറഞ്ഞ ഉപദ്രവം ഉണ്ടോ? ഇതിനെല്ലാം കിടന്ന് കടിപിടി കൂട്ടുക. പിന്നെ തർക്കം, വാദം, ഖണ്ഡനം. ജയിക്കാതെ വരുമ്പോ പിന്നെ കുടുംബചരിത്രം പറയുക. നിന്നെ എനിക്കറിയാം, നീ പണ്ട് തൃശ്ശൂരായിരുന്നപ്പോൾ ഉള്ള സംഭവം എന്നെ കൊണ്ട് നീ പറയിപ്പിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ തുടങ്ങിയതാ. തൃശ്ശൂർ വരെ എന്ന്. നീ പെരുങ്കടവളയെ വെച്ച് ചെയ്ത കാര്യം എനിക്ക് വെളിപ്പാട് പുസ്തകത്തിൽ തുടങ്ങിയതാ. വന്ന് പെരുങ്കടവളയായി.
നെയ്യാറ്റിൻകരയിലെ കാര്യം എന്നെ കൊണ്ട് നീ പറയിപ്പിക്കരുത്. വെളിപ്പാടി തുടങ്ങിയതാ. ഇങ്ങനെ അങ്ങ് തർക്കവും വാദവും പ്രശ്നങ്ങളാ. രണ്ട് സാക്ഷികൾ ആരാ? തെളിയിക്കാമെങ്കിൽ തെളിയിക്ക്, ഞാൻ കണ്ണിക്കും. എൻ്റെ ഈ തെളിവല്ല ഇരിപ്പുണ്ട്. ഖാനോ കാണുന്നുള്ളതിന് തെളിവുണ്ട്, അല്ലെന്നുള്ളതിന് തെളിവുണ്ട്. ആ സ്ത്രീ ഇസ്രയേലാണെന്ന് ഞാൻ തെളിയിക്കാം, അല്ലെന്ന് ഞാൻ തെളിയിക്കാൻ. രണ്ടിനും എൻ്റെ ഈ വാക്യം ഉണ്ട്. നിനക്ക് ഏത് വേണം? ഇങ്ങനെ തർക്കവും വാദവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഞാനൊരു കാര്യം പറയാം. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം ഇതൊന്നുമല്ല. മഹോദരവും അല്ല വിഷയം, രണ്ട് സാക്ഷികളും അല്ല വിഷയം, 666 അല്ല വിഷയം, 7 ക്രോധകലശം അല്ല വിഷയം, 7 കാകളവും അല്ല വിഷയം. അതൊക്കെ അതിനകത്തുണ്ട്. ഇതൊന്നുമല്ല ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അത് നമ്മളങ്ങ് മറക്കുക. മറന്നുവെച്ച് മൃഗവേദാന്തം തപ്പി നടക്കുക. തപ്പി 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 ഇപ്പൊ ഏതാണ്ട് മൃഗത്തിന്റെ സ്വഭാവം 10 കൊമ്പില്ലെന്നേ ഉള്ളൂ. അല്ല, സഭായത്തിന് ആ വരവ് വരുമ്പോഴും മൃഗം കയറി വരുന്നത് പോലെ വരുന്ന ആ മോന്തയും വരവും മൃഗം കയറി വരുന്നത് പോലെ. കാരണം വിഷയം ഇതാണല്ലോ, മൃഗം. എന്നെ സങ്കടപ്പെട്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം മൃഗമല്ല, മഹോദരവുമല്ല വിഷയം, രണ്ട് സാക്ഷികളുമല്ല ഇവിടുത്തെ വിഷയം. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. അതാ ഇതിലെ പ്രതിപാദ്യ വിഷയം. അതാണ്. ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ, യേശുക്രിസ്തു സകലത്തെയും ജയിച്ച് ജയാളിയായി വന്ന് ഈ ലോകത്തിന്റെ ഭരണം യേശു ഏറ്റെടുക്കും. അവിടുന്ന് രാജാതി രാജാവായി വാഴും. ഇതാ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. നീ അന്നേരം മൃഗത്തിന്റെ പുറകെയും മുദ്രയുടെ പുറകെ നടന്ന് തോണ്ട വരുന്നു വരുന്നു ഭീകരജീവികൾ. യോടി തടയാക്കി ഭീകരമല്ല, വേറൊരു ഭാഷയാണ്. അധോലോക ജീവികൾ. അത് പഠിക്കരുതെന്നോ പറയരുതെന്നോ ഒന്നുമല്ല എൻ്റെ വിഷയം. പഠിച്ചവര് പറയട്ടെ, അത് പഠിക്ക്, നല്ല കാര്യം. പക്ഷെ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാണ്. കരുണ നിറഞ്ഞ കണ്ണുള്ളോനവൻ തൻ ജനത്തിൻ കരച്ചിൽ കടലലിഞ്ഞു കേൾക്കും കാതുള്ളോൻ. ലോകപാപ ചുമടിന ശിരസു കൊണ്ടു ചുമന്നൊടിപ്പതിന് കുരിശെടുത്തു ഗോഥാവിൽ പോയോനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ഉലകിൽ കാച്ചി പഴുപ്പിച്ച നല്ല പിച്ചളക്കൊത്തതും ചേലോട്ടും മുഖഭാവമാദിത്യൻ ശക്തിയോടും പ്രകാശിക്കും പോലെയും നല്ല മുടി ധവള പഞ്ഞി പോലെ ഇരിക്കുന്ന ദൈവപുത്രനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവകുഞ്ഞാടിനെ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ, ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനെ. ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. അതാ കാണേണ്ടത്, അതാണ് അറിയേണ്ടത്. അല്ലാതെ പാമ്പ് തറ കൂടെ ഇരിക്കുന്നു, ഗരുഡൻ മട്ടമിട്ട് മറക്കുന്നു, പരുന്താന്നും തോന്നുന്നു പാസ്റ്റേ എന്നെ ഇങ്ങനെ നോക്കി കൊത്താൻ. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട്. ആരാ യേശുക്രിസ്തു? അവിടുന്ന് സത്യദൈവമാണ്. അവിടുന്ന് ഏക ദൈവമാണ്. അവിടുന്ന് സാക്ഷാൽ ദൈവമാണ്. ആ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുന്നവന് വിടുതലും ആശ്വാസവും ഉണ്ട്. ദൈവത്തിന് മഹത്വം.
തീത്തോസിന്റെ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം നമുക്ക് മനഃപ്പാഠമാ. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. വായിച്ചേമേ 2-ാം അധ്യായത്തിന്റെ 11 മുതൽ താഴോട്ട്. തീത്തോസിന്റെ ലേഖനം 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അടുത്തത്, നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. ആരാ യേശു ക്രിസ്തു? മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു മഹാദൈവമാണ്. ആ മഹാദൈവത്തിന്റെ വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം. ദൈവത്തിന്റെ മഹത്വം, യേശു ക്രിസ്തുവിന്റെ ദൈവത്വം. എന്തിനാ അവിടുന്ന് ദൈവമായവൻ ഈ ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്തത്? ദൈവമായിരുന്നു, ദൈവം ജഡമെടുത്ത് വന്നതാ എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ. കാശൊന്നും കൊടുക്കണ്ട, ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം. സ്തോത്രം. അതിന് മറ്റ് വ്യവസ്ഥകളൊന്നുമില്ല. ഇന്ന തരത്തിലെ കളറിലുള്ള വസ്ത്രം ഇട്ടുകൊണ്ട് വന്നെങ്കിലേ ഞാൻ നിങ്ങളെ രക്ഷിക്കൂ. ഇല്ലില്ല, അങ്ങനെയില്ല. വെളുത്തതോ കറുത്തതോ ചുമലയോ മഞ്ഞയോ മെറൂണോ നീലയോ ഇഷ്ടമുള്ളത് എന്തെങ്കിലും വേണമെന്നേ ഉള്ളൂ. പരിവക്കേടി വരരുത്. ഇന്ന വസ്ത്രം ധരിക്കണം നിർബന്ധമില്ല. ഇന്ന സാധനങ്ങൾ കൊണ്ടുവരണമെന്ന് നിർബന്ധമില്ല. എൻ്റെ അടുക്ക വരുമ്പം ഇന്ന സാധനം കൊണ്ടുവരണമെന്നൊന്നും യേശു പഠിപ്പിച്ചിട്ടില്ല. നീ ഇഞ്ഞു വന്നാൽ മതി. കർത്താവ്, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, കർത്താവിന് അറിയാമല്ലോ, എന്നാൽ എന്നെ അങ്ങ് തരിക, മതി മതി. അങ്ങനെയുള്ളവരെ യേശു രക്ഷിക്കും. സ്തോത്രം. അവിടെ ഞാൻ ആ ഭാഗം അധികം വിവരിക്കുന്നില്ല. യേശുവിന്റെ അടുക്ക ആർക്കും വരാം. ആ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാണ് ഈ പുസ്തകം, വെളിപ്പാട് പുസ്തകം. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ഞാൻ ഓർപ്പിച്ചാൽ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ കർത്താവ് സകലത്തെയും ജയിച്ച് ജയാളിയായി വന്ന് ഇവിടെ ഭരണം നടത്തും. സകലത്തെയും അടക്കി അവൻ ജയാളിയായിട്ട് ഇവിടെ പരിലസിക്കുന്നു. നിങ്ങൾ 19-ാം അധ്യായത്തിന്റെ 1-2 വായിച്ചേ. ഇതിലെ പ്രധാന വിഷയം അതാ, വെളിപ്പാട് പുസ്തകത്തിലെ. വായിച്ചോ. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതാ പ്രധാന വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാന വിഷയം ഇതാ, ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം ഇതാ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. മുമ്പേ കേട്ടല്ലോ, അവിടുന്ന് ആമേൻ സ്തോത്രം മഹാദൈവമാണെന്ന്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. അപ്പോൾ ആ രക്ഷിതാവാകുന്ന ക്രിസ്തുവിന് രക്ഷയും ശക്തിയും മഹത്വവും. ഒന്നുകൂടെ വായിച്ചേ. 19-ന്റെ 1 മുതൽ വായിക്കാൻ ഒന്നുകൂടെ. സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. ഇതാ ഇതിലെ പ്രധാന വിഷയം ഇതാ, രക്ഷയും ശക്തിയും മഹത്വവും നമ്മുടെ ദൈവത്തിനുള്ളതാ. 6-ാം വാക്യം കൂടെ വായിച്ചോ. 6:19. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ. അല്ല, ഒരു യോഗത്തിന് 2 ഹല്ലേലൂയ എങ്കിലും ഉറക്കെ പറ. അങ്ങനൊന്നും പറയരുത്. പറയാന്ന് നേരും ചൊവ്വനും പറയണം. 19-ന്റെ 1 ഒരു ഹല്ലേലൂയ.
6 ഹല്ലേലൂയ. കുറഞ്ഞ പക്ഷം ഒരു യോഗത്തിന് 2 ഹല്ലേലൂയ എങ്കിലും വീഡിയോ എടുക്കുന്ന ആളും പറയണം. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിച്ചോ 6-ാം വാക്യം. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. ഇതാ ഇതിലെ പ്രധാന വിഷയം. ഈ ഭൂതലം പലരും ഭരിച്ചു, ചക്രവർത്തിമാർ ഒത്തിരി ഭരിച്ചു, ഗുണമായില്ല. ലോകത്തെ മുഴുവൻ അടക്കിയ സാമ്രാജ്യങ്ങൾ, വിശേഷിച്ച് ബാബിലോൺ സാമ്രാജ്യം, നെബൂഖദ്നേസർ രാജാവ്, മേദ്യ പേർഷ്യ, ഗ്രീസ്, കാളായസത്തിന്റെ കാഠിന്യമുള്ള റോമൻ സാമ്രാജ്യം, സകല സാമ്രാജ്യങ്ങളും സാമ്രാട്ടുകളും ഇവിടെ ഭരിച്ചു, ഗുണമായില്ല. എന്നാൽ ഇനി ഒരു രാജാവ് ഇവിടെ ഭരിക്കാൻ വരും. അതായത് ഇതിലെ പ്രധാന വിഷയം ഇതാ. ഈ വിഷയം കിടക്കാൻ നമ്മൾ ചോദിക്കാം, മൃഗം ഇവിടെ നിന്ന് കയറി വരുമെന്ന്. ആ ഒരു കൊമ്പ ഏതാണ്? അതാണോ ഇവിടുത്തെ പ്രധാന വിഷയം? ഒടുവിൽ കാകളം നനയ്ക്കുമ്പോ നീ കൊമ്പായാന്ന് കിടക്കും. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം 6-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചോ അമ്മേ, ഒന്നുകൂടെ വായിച്ചോ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. അതായത് വിഷയം. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഈ സംഗളി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോൾ. ഈ സംഗളി പാരിലില്ല, ഈശനി പാരിടം ഭരിച്ചിടുമ്പോ. അന്ന് മുതലാളി, തൊഴിലാളി, പണ്ഡിതർ, പാമരർ, ദരിദ്രരും എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലം ഈ ശാലേമിൻ അനുഭവമാ. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൻ രാജാതിരാജൻ വരും. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥൻ ഏറ്റെടുക്കും. ഇതുവരെ ഭരിച്ചവരിൽ നിന്നും സ്വർഗസ്ഥൻ ഏറ്റെടുക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിലെ പ്രധാനപ്പെട്ട വിഷയം രക്ഷയും മഹത്വവും ശക്തിയുമെല്ലാം നമ്മുടെ കർത്താവിന്, ദൈവത്തിന്. ദൈവം ഈ ഇവിടുത്തെ ഭരണം ഏറ്റെടുക്കാൻ പോവാന്ന്. ഒന്നുകൂടെ വായിച്ചോ 6-ാം വാക്യം. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്. ഹല്ലേലൂയ. സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വം ഏറ്റിരിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രധാന വിഷയം. അതാ യേശു രാജ്യത്വം ഏറ്റെടുക്കുക. ധാരാളം ആൾക്കാർ ഇവിടെ ഭരിച്ചു, ശുഭമായില്ല, ഇതെല്ലാം തകർന്നു. നെബൂഖദ്നേസറിന്റെ ഭരണം അതും തകർന്ന താളടിയായതാ. വിവരിക്കുന്നില്ല. സിംഹപ്രതാപിയാം ബാബിലോണിന്റെ രാജനെന്ന സാമ്രാജ്യമൂർത്തിതൻ പൊൻശിരസായോൻ BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിയെന്ന. പിന്നെ മേദിയ പേർഷ്യയൊക്കെ ഉണ്ട്. വെള്ളി സാമ്രാജ്യമാം പേർഷ്യ ഭല്ലൂകം 538 തുടക്കം. ബാബേൽ തകർന്ന് 208 കൊല്ലം വാണിത് വല്ലാത്ത ഹ്രിംസ സ്വഭാവി എന്ന.
BC ദശത്രയെ റോമയൻ കൈസർ നാശമാക്കി ഗ്രീക്ക് രാജിതം റോമം. അപ്പോഴേ മണ്ണാൽ ദുഷിച്ചിരുമ്പാകെ കെൽപ്പ് കെട്ടി ചിന്ന ഭിന്നമായി യൂറോപ്പ് തന്നെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം തകർന്ന് താളടിയായി നാമാവിശേഷമായി. ഇനി ഇതിന്റെ ഭരണം മുഴുവൻ യേശു ഏറ്റെടുക്കാൻ പോവുക. അല്ല, ഈ വെളിപ്പാട് പുസ്തകത്തിലെ വിഷയം, പ്രധാനപ്പെട്ട വിഷയം. അന്നേരം നമ്മൾ 12 സഹോദരി ഏതാണ്? അവൾ ഏതേലും ആട്ടെ, അവളാണോ നമ്മുടെ വിഷയം? നീ അവിടെ പുറകെ വനക്കാതെ നമ്മുടെ വിഷയം യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. നമ്മുടെ കർത്താവ് ജയിച്ചു. അവൻ ഈ ഭരണം ഏറ്റെടുക്കാൻ പോവാ. നമ്മൾ ചെയ്യേണ്ടത് നമ്മളും കാണണം കൂടെ. അതായതിലെ വിഷയം. നീ ആ തള്ളയുടെ പുറകെ നടക്കാതെ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പെണ്ണുങ്ങൾ പലതുണ്ട് ഇല്ലേ? വായിച്ചിട്ടില്ലേ? ഇല്ല. രണ്ടിലൊരു തള്ളയുണ്ട്, ഇസബേല്. അവള് ദാസന്മാർക്ക് ക്ലാസ് എടുക്കുന്നവളാ. എൻ്റെ ദാസന്മാര് പാസ്റ്റേഴ്സിന് ക്ലാസ് എടുക്കുന്ന ഒരു അമ്മാമ്മ. അങ്ങനെയുള്ള അമ്മാമ്മയുണ്ട്, രണ്ടിലുണ്ട്. മോൻ വായിച്ചിട്ടില്ല, ഇന്ന് പോയി വായിക്കണം. അതൊരു സഹോദരി. പിന്നെ 12 സഹോദരി സൂര്യധാരണിയായ. പിന്നെ 17 അമ്മാമ്മ. അത് മൃഗത്തിന്റെ പുറത്ത് കയറിയിരിക്കുക. അള്ളക്ക് വേറെ എങ്ങും ഇരിക്കാൻ വേണ്ട കാര്യങ്ങൾ കിടക്കുക. അല്ല, മൃഗത്തിന്റെ പുറത്ത് കയറി. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് വന്നു. ഇനി ഇതിന്റെ എല്ലാം പുറകെ നടക്കാതെ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്, ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ കർത്താവ് സകലത്തെയും ജയിച്ചിരിക്കുന്നു. എല്ലാത്തിനെയും ജയിച്ചു. പാപമൊഴികെ നമുക്ക് തുല്യമായി സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായ യേശു മനുഷ്യനായതുകൊണ്ട് ജീവിച്ചപ്പോ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചത്. പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും. 1-2 തെളിവ്. പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാ യേശുവിന് ഉറക്കം വന്നത്. പടകിൽ കിടന്നുറങ്ങി. തലയണയും വെച്ചെന്ന കർത്തനെ ചുമരത്തിരുന്നു നിദ്രയിലാണ്ടു അവർ ഭദ്രത പൂണ്ടു. കർത്തനെ ചുമരത്തിരുന്നു നിദ്രയിലാണ്ടു അവർ ഭദ്രത പൂണ്ടു. വാഴ്ക വാഴ്ക യേശുനായി അതിജയരൂപൻ അവൻ വിമല ഗുണവൻ. അതിജയരൂപൻ അവൻ വിമല ഗുണജൻ. വാഴ്ക വാഴ്ക യേശുരാജ അതിജയരൂപൻ. പരമഗുരുവും വലിയൊരു പടകിൽ യാത്ര ഗലീലയ കടലിൽ. വലിയൊരു പടകിൽ യാത്ര ഗലീലയ കടലിൽ. അന്തിരുവരും പരമഗുരുവും വലിയൊരു പടകിൽ യാത്ര ഗലീലയ കടലിൽ. വലിയൊരു പടകിൽ യാത്ര ഗലീലയ കടലിൽ. കർത്തനെ ചുമരത്തിരുന്നു നിദ്രയിലാണ്ടു അവർ ഭദ്രത പൂണ്ടു. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് പടകിൽ തലകണ വെച്ച് ഉറങ്ങി. മനുഷ്യനായതുകൊണ്ടാ. പൂർണ്ണ ദൈവമായതുകൊണ്ടാ കാറ്റിനെയും കടലിനെയും ശാസിച്ചമർച്ച ചെയ്തു. നമ്മൾ പടകിൽ കിടന്നുറങ്ങുക, കാറ്റ് കോളവും വന്ന് ശാസിച്ചേ. സാധിക്കുന്നതിന് മുന്നേ അവിടുന്ന് പൂർണ്ണ ദൈവമാണ്. പൂർണ്ണ മനുഷ്യനായതുകൊണ്ടാണ് വിശന്നിട്ട് അത്തിയെ ഒന്ന് നോക്കി തളുത്ത് നിൽക്കുക, വല്ലതും കിട്ടുമെന്ന് ആശിച്ച്. വിശന്നു.
അത് പൂർണ്ണ മനുഷ്യനായതുകൊണ്ട്, പൂർണ്ണ ദൈവമായതുകൊണ്ടാ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തി 5000 പോഷിപ്പിച്ചത്. 5 അപ്പവും ചെറുമീൻ 2 എടുത്ത് വാഴ്ത്തി, 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 5000 സമൃദ്ധി ഏകിയോരു, 5000 സമൃദ്ധി ഏകിയോരു യേശു നായക, വാഴ ജീവനായക നിരന്തരം, യേശു നായക, വാഴ ജീവനായക നിരന്തരം. അപ്പൊ ശ്രദ്ധിക്കുക, അവിടുന്ന് പൂർണ്ണ മനുഷ്യനായതുകൊണ്ട് അവിടത്തേക്ക് വിശന്നു. അവിടുന്ന് പൂർണ്ണ ദൈവമായതുകൊണ്ട് അപ്പം എടുത്ത് വാഴ്ത്തി 5000 പോഷിപ്പിച്ചു. സ്തോത്രം, സ്തോത്രം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ദൈവത്തിന് മഹത്വം. അവിടുന്ന് പൂർണ്ണ ദൈവമാണ്. ആ സർവജ്ഞനായ ദൈവം ഇതിന്റെ അധികാരമല്ല ഏറ്റെടുക്കുക, ഈ ഭൂമിയെ വാഴും. കാരണം അവിടുന്ന് ജയിച്ചവന് ജയിച്ചു. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തു ജയിച്ചു. എന്തിനെ? എല്ലാത്തിനെയും ജയിച്ചു. സകലത്തിനെയും യേശു ജയിച്ചു. ഇവിടെ വന്ന് എല്ലാവരും ഒന്നും ജയിച്ചിട്ടില്ല. ഗുരുക്കന്മാര് വന്നിട്ടുണ്ട്, മത നേതാക്കന്മാര് വന്നിട്ടുണ്ട്, രാഷ്ട്രീയ മണ്ഡലത്തിൽ പ്രഗത്ഭന്മാര് വന്ന് കഴിവ് തെളിയിച്ചിട്ടുണ്ട്, വിദ്യാ നിപുണന്മാര് വന്നിട്ടുണ്ട്, ജീവിത പല നിലകളിൽ ഉന്നതന്മാരായ ആൾക്കാര് വന്ന് ജീവിച്ച് മരിച്ചു പോയവരാ. അവര് പലരും ജയിച്ചു, പക്ഷെ ഒടുവിൽ എല്ലാവരും പരാജയപ്പെട്ടു. എങ്ങനെ? മരണത്തിന്. മരണം വന്ന് പിടികൂടിയപ്പോൾ, മരണത്തിന് പരാജയപ്പെട്ട് അടിയറവ് പറഞ്ഞപ്പോൾ മരണത്തെ ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. അവിടുന്ന് ജയാളിയായി, ജയിച്ചവന്. ആ ജയിച്ച യേശു ക്രിസ്തു ഈ ഭൂമിയെ ഭരിക്കും, ഇതിനെ വാഴും. അപ്പൊ ഇതിലെ പ്രധാനപ്പെട്ട വിഷയം രാജ്യത്തെ ഏറ്റെടുത്തിരിക്കുന്നത് പറയുകയും നമ്മളോടും പറയുന്നത് നമ്മളും ജയിക്കണം. ജയിച്ചവരാ കൂടെ വാഴുന്നത്. അങ്ങനെയാണെന്നില്ല പുസ്തകത്തിലെ വാക്യം. ജയിച്ചവര് എല്ലാം കൂടെ വീണ പിടിച്ചോണ്ട് നിന്നെന്ന. ജയിച്ചവര് അങ്ങനെ വീണ, ഇതെല്ലാം ജയിച്ചവരാ. ജയിച്ചവര് വീണ പിടിച്ചെന്ന. അങ്ങനല്ലയോ? വായിച്ചേ അമ്മേ, 15-ാം അധ്യായത്തിന്റെ 2 അല്ലയോ? ഒന്ന് വായിച്ചേ. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്ന് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട്, ജയിച്ചവര് ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് പളുങ്ക് കടലിനരികെ നിൽക്കുന്നതും ഞാൻ കണ്ടു. അതാ ജയിച്ചവരാ. കാരണം അവിടുന്ന് ജയിച്ചു നിൽക്കുക. ജയിച്ചവനായി ഇത് ഭരിക്കാൻ പോകുന്നത്. തോറ്റു തൊപ്പിയിട്ടവരെല്ലാം കൂടെ ചെന്നാ ഒക്കത്തില്ല. കൂടെ നിൽക്കുന്നവരും ജയിക്കണം. ജയിക്കാനുള്ള മാർഗം എന്നാ? ജയിച്ചവന്റെ കൂടെ നിന്നാ മതി. സ്തോത്രം. ജയിച്ചവര്. ഒരു വരിയുണ്ട്, ജയമെടുത്ത വീരരായി വിശുദ്ധരായി വ്രതസ്ഥരായി, ജയമെടുത്ത വീരരായി വിശുദ്ധരായി വ്രതസ്ഥരായി. അപ്പൊ ഇച്ചിരി ഓളിയം താത്തേക്കണം. അത് നിങ്ങൾ കുഴപ്പക്കാരായത് കൊണ്ടല്ല, ഞാൻ പാടുന്നത് മേളിൽ നിൽക്കണം. എൻ്റെ പാട്ട് അത്ര നല്ലതല്ലെന്ന് നിങ്ങൾക്കും അറിയാം, കേൾക്കുന്നവർക്കും അറിയാം. പാടുക എന്ന് ഞാൻ അവകാശവാദം ഉന്നയിക്കുന്നുമില്ല. പക്ഷേ ആ വരിക്കകത്ത് എന്നെ അടങ്ങിയിരിക്കുന്നെന്ന് എല്ലാവർക്കും കേൾക്കണം. ഇയാളെ ഒന്ന് കാറിയേച്ച് പോയെന്ന് പറയരുത്.
ഇത് പറഞ്ഞെന്നോർത്ത് വായിക്കാതെയും കൊട്ടാതെ ഇരിക്കുകയും ചെയ്യരുത്. എന്നാ താൻ തന്നെ അങ്ങ് പാടിക്കൂ. ജയമെടുത്ത വീരരായി വിശുദ്ധരായി വ്രതസ്ഥരായി, ജയമെടുത്ത വീരരായി വിശുദ്ധരായി വ്രതസ്ഥരായി, കൃപയിലെന്നും ആശ്രയിച്ച് വരവിനായി ഒരുങ്ങിട, കൃപയിലെന്നും ആശ്രയിച്ച് വരവിനായി ഒരുങ്ങിട, കർത്തനെ ശുചീക്രം വന്നിടും കാന്തയും ഒരുങ്ങിടുന്നിതാ, കർത്തനെ ശുചീക്രം വന്നിടും കാന്തയും ഒരുങ്ങിടുന്നിതാ. അപ്പൊ ജയമെടുത്തവരെ ഇച്ചിരി പൊടിക്കൂടെ കൂട്ടിക്കും, പൊടിക്ക്. ഇതിങ്ങനെ എന്നാണ് മോനെ മായിച്ചു തരണം കേട്ടോ. പേരെന്തുവാ? പേര് ഇത് മായിക്കണേ, എനിക്ക് സഹായമായിട്ട് നിൽക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തു രാജ്യത്വം ഏറ്റെടുത്തിരിക്കുന്നു. അതെന്നെ രാജ്യത്വം ഏറ്റെടുക്കാൻ കാര്യം അവിടുന്ന് ജയിച്ചവനാ. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് ജയിച്ചവനാ. അമ്മേ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 3 മുതൽ വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല, ഒരുത്തർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോസ്തലൻ കരഞ്ഞു. അടുത്തത്, അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, 10-24 മൂപ്പന്മാരിക്ക് അതിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. മതി. ഇത് ജയിച്ചവന്റെ വെളിപ്പാടാ. മുക്കിന് തോറ്റവന്റെ വെളിപ്പാടൊന്നും അല്ല. അവിടെ പുള്ളി ഇന്ന് വരെ ഞാൻ തോറ്റിട്ടില്ല. പിന്നെ അവിടെ പാറശാലയെ വെച്ചൊന്ന് അത് സന്ധ്യക്കാ തോറ്റല്ലേ. കളിക്ക് അവിടെ വെച്ചൊന്ന് തോറ്റ അത് ചൊവ്വാഴ്ച എങ്ങണ്ടാന്ന് തോന്നുന്നു. എന്തുവാ ഈ പുസ്തകത്തിന്റെ കാര്യം അല്ല പറഞ്ഞ. ഇതാർക്ക് വേണേലും വാങ്ങാൻ, പൊട്ടിക്കുകയും ചെയ്യാം, കീറിയും കളയാം. അതെന്തിനാ ആ പുസ്തകം ഇപ്പൊ എടുത്ത്? അപ്പൊ ശ്രദ്ധിക്കുക, ഇതിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ പുരുഷൻ ജയിച്ചവനാണെന്ന്. ജയിച്ചവന്റെ കാര്യമായി ഇത് പറഞ്ഞേക്കുന്നേ. സ്തോത്രം. ഒന്നുകൂടെ വായിച്ചോമേ, നല്ല വാക്യമല്ലേ, വായിക്കമ്മേ. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട്. ഒത്തിരി യോഗ്യന്മാരുണ്ട്, പക്ഷെ ഇത് തുറക്കാനും വായിക്കാനും യോഗ്യനൊരുത്തനുമില്ല. അവിടെ ഇവിടെയൊക്കെ യോഗ്യന്മാരാന്ന് പറഞ്ഞ് നിൽക്കുകയും നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. യോഗ്യനാ, പുള്ളിയെ ജയിപ്പിച്ചു വിടണം, യോഗ്യനാ. പിന്നെ എതിർകക്ഷികൾ പറഞ്ഞു അവനൊരു യോഗ്യതയില്ല, അവന്റെ യോഗ്യതയൊന്നും എന്നെ കൊണ്ട് വിളമ്പാതിരിക്കുന്നതാ. യോഗ്യന്മാരാന്ന് പറഞ്ഞ എല്ലാവരും ഇറങ്ങി നടക്കുന്നത്. ഒരുത്തനുമില്ല യോഗ്യൻ. പിന്നെ യോഗ്യനായി ആരെയും കാണായിക കൊണ്ട്, ഒരുത്തരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാൻ അങ്ങ് കരഞ്ഞു, ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ വന്ന് പറയുകയാണ്, കരയണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ആ പാട്ടിന്റെ വരി എല്ലാം അറിയത്തില്ല. ഞാൻ അറിയാം, നിങ്ങൾ പറയോ അയാള് ആർക്കും അറിയാൻ മേലാത്ത പാട്ടും പാടി വെച്ച് പോയി. നിങ്ങൾക്കൂടെ അറിയാവുന്നൊരു പാട്ട് പാടാം. എനിക്കത് ചൊവ്വിന് അറിയത്തില്ല, നിങ്ങൾക്കറിയാം. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനെ, ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനെ, ദാവീദിൻ താക്കോൽ
അടച്ചാലതു അടയ്ക്കുവതാരേ, നീ അടച്ചാലതു തുറക്കുവതാരേ, നീ തുറന്നാലതു അടയ്ക്കുവതാരേ, നീ അടച്ചാലതു തുറക്കുവതാരേ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചും ഏറെ രാജാമൂടി ശിരസതിൽ ധരിച്ചും 7 പൊന്നില വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. 7 നക്ഷത്രം വലം കയ്യിൽ പിടിച്ചും ഏറെ രാജാമൂടി ശിരസതിൽ ധരിച്ചും 7 പൊന്നില വിളക്കുകളതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. ശ്രദ്ധിക്കുക, ഇത് ജയിച്ചവന്റെ പുസ്തകമാണ്. ആരാ? യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. ആരാ യേശുക്രിസ്തു? യേശുക്രിസ്തു എല്ലാത്തെയും ജയിച്ചവനാ. ജയിച്ച ഒരുവനേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രം. ബാക്കി സകല ആൾക്കാരും അവൻ ജയിച്ചു, പലതിലും ജയിച്ച് ഒടുവിൽ എല്ലാരും പരാജയപ്പെട്ടു. എങ്ങനെ? മരണത്തിന്. എന്നാൽ മരണത്തെയും ജയിച്ച് ഇന്നും ജീവിക്കുന്ന ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശുക്രിസ്തു. ആ ക്രിസ്തുവേശുവിന്റെ വെളിപ്പാടായി വെളിപ്പാട് പുസ്തകം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ജീവിതത്തിൽ പരാജയത്തിന്റെ പടുകുടിയിൽ കിടന്ന വലയുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ആത്മഹത്യ പരിഹാരമല്ല, നാടുവിടുന്ന പരിഹാരമല്ല, വിഷം കഴിക്കുന്ന നല്ല പരിഹാരം. ഇന്ന് രാത്രി ജയിച്ചവനാകുന്ന യേശുവിന്റെ അടുക്കവാ, നിന്റെ പരാജയം മാറ്റിത്തരും. ജയിച്ചവനാകുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിക്ക്, നിന്റെ സകല പരാജയവും മാറും, നിനക്കും ജയം ഉണ്ടാകും. യേശുക്രിസ്തു ഏകദൈവം. യേശുക്രിസ്തുവിൽ കൂടി മാത്രം രക്ഷ, മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് എല്ലാ നാമത്തിലും മേലായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം. അതായി പുസ്തകത്തിലെ വിഷയം. അപ്പൊ ആ ജയിച്ചവൻ രാജ്യത്തെ ഏറ്റെടുക്കുമ്പോ കൂടെ നിൽക്കുന്നവരും ജയിച്ചവരായിരിക്കണം. അതാ 15:2 ജയിച്ചവര് വീണ പിടിച്ചെന്ന്. ജയിച്ചവര് വായിരമ്മേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല, അതാ ഞാനിവിടെ. ഓ, തീയല്ല, ഇനിയും ഗന്ധകം വന്നാ ഏക്കുകയല്ല. ഒന്നുകൂടെ വായിച്ചോ അമ്മേ. തീ കലർന്ന പളുങ്ക് കടൽ പോലെ ഒന്നും മൃഗത്തോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട്. ജയിച്ചവര് ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട്. വീണ പിടിച്ചോണ്ട്. അപ്പം ജയിച്ചവരായിരിക്കണം വീണ പിടിക്കേണ്ടത്. ഒന്നും ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. സ്തോത്രം. ജയിച്ചവര് അല്ല, ഈ വെളിപ്പാട് പുസ്തകത്തിൽ അങ്ങനെ തന്നെയാണല്ലോ കൊടുത്തിരിക്കുന്നത്. ജയിച്ചവര് ജയിക്കുന്നവന്, അങ്ങനെയുള്ള പദമുണ്ട്. ജയിക്കുന്നവന്. 2:7 വായിച്ചു അമ്മേ. 2:7. അത് ഞാനും പകയ്ക്കുന്നു. ഞാനും അതൊക്കെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തത് ജയിക്കുന്നവന് അങ്ങോട്ടാ ജയിക്കണം. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പരദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവനാ കൊടുക്കുന്നത്. 2:11 ചേർത്ത് വായിച്ചോ. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2ാം മരണത്താൽ ദോഷം വരികയില്ല. അവിടെ ജയിക്കുന്ന കാര്യമാ. 17 വായിച്ചോ. 17. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ജയിക്കുന്നവൻ അവിടെയും ജയിക്കുന്നവനാ. 3:5 വായിച്ചോ. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. ജയിക്കുന്നവൻ അവിടെയും ജയിക്കുന്നവനാ. 3:12 വായിച്ചോ. ജയിക്കുന്നവനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. എല്ലാം ജയിക്കുന്ന കാര്യമായി പറഞ്ഞേക്കുന്നത്. എല്ലാരും ജയിക്കണം. ഇനി 19ഉം 20 വായിച്ചു. എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. പിന്നെ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു.
മുട്ടുന്നു. ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് ആ വാതിൽ തുറന്ന ആ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് ആ. അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. അടുത്തത് ജയിക്കുന്നവനെ ജയിക്കുന്നവനെ. ഞാൻ അപ്പൊ എന്നോട് ഇവിടെ എല്ലാം വായിച്ച വാക്യം ജയിക്കുന്ന വിഷയമാണ്. ജയിക്കുന്നവരും ജയിച്ചവനും കൂടെ ചേർന്നാണ് ഭരണം ഏറ്റെടുക്കുന്നത്, ഭരിക്കുന്നത്. അപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയം 19-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാ. അതൊന്നുകൂടെ വായിച്ച ആ ഭാഗം വിട്ടേക്കാം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും രക്ഷയും മഹത്വവും ശക്തിയും. ശക്തി. അപ്പൊ രക്ഷ, മഹത്വം, ശക്തി നമ്മുടെ ദൈവത്തിനുള്ളത്, നമ്മുടെ ദൈവത്തിനുള്ളത്. മതി. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. യേശു ക്രിസ്തു എല്ലാത്തിനെയും ജയിച്ചു. രക്ഷയും മഹത്വവും ശക്തിയും ദൈവത്തിൻ്റെതാ എന്ന് പറഞ്ഞാൽ നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ യേശു. നിന്റെ പാപത്തിന് പരിഹാരം തരുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ യേശു. നിന്നെ വീണ്ടെടുക്കുവാൻ കഴിവുള്ള ഒരുവനേ ഉള്ള നസറയനാകുന്ന യേശു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ മതത്തിന്റെ സംഘടനയുടെ ആളല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് കുലത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. യേശു ക്രിസ്തു മുഴു ലോകത്തിന്റെയും ദൈവമാണ്. അങ്ങനെയുള്ള ഈ വെളിപ്പാട് പുസ്തകം ഞാൻ ഓടിച്ചങ്ങ് നിർത്താം. ദൈവത്തിന്റെ മഹത്വം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. അങ്ങനെയാണല്ലോ. വായിച്ചേ, 1-ാം വാക്യം വായിച്ചു. യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. ഇത് വേറെ ആരുടെ അല്ല, യേശുക്രിസ്തുവിന്റെ വെളിപ്പാടാ. വേഗത്തിൽ സംഭവിപ്പാനുള്ളത്, വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന്. ഇത് മറച്ചു വെക്കാനല്ല, കാണിക്കാൻ വേണ്ടിയാ. കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. ദൈവം അത് അവന് കൊടുത്തു. അവനത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ചു. തന്റെ ദാസനായ യോഹന്നാനെ പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. അപ്പൊ ഇത് വെളിപാടല്ല, വെളിപ്പാടാ. എന്ന് പറഞ്ഞാൽ ഇത് ദൈവത്തിന്റെ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടാ. അനാച്ഛാദനം ചെയ്ത് തന്നിരിക്കുക. മറഞ്ഞിരുന്ന കാര്യമാ. തക്ക സമയം വന്നപ്പോൾ ഇല്ലേ കർട്ടൻ മാറ്റുന്നത് പോലെ മാറ്റി അത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുക. അതിലേറ്റവും വലിയ വെളിപ്പാട് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. ആ വെളിപ്പാട് 13 മുതൽ താഴോട്ട് വായിച്ചോമേ. 13 മുതൽ താഴോട്ട്. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടുവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. പിന്നെ അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ. താഴോട്ട് പഠിക്കുമ്പോൾ അതാണ് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട 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 വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോൽ പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട വെള്ളത്തല മൂടി വെള്ളയ പഞ്ഞി പോ വെള്ളോടുള്ള തന്നി കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട് പുരുഷനെ കണ്ട് ഉത്തമ പുരുഷനെ കണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്. അതാണ് ഇതിലെ പ്രധാനപ്പെട്ട വിഷയം. 1-ാം അധ്യായത്തിൽ അതാ കാണേണ്ടത്. അല്ല, ഞാനൊരു കാര്യം പറയാം. 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ പറ്റിയ വെളിപ്പാട് അല്ലേ? അതാ ഒന്നുകൂടെ വായിച്ചോമേ. 13 മുതൽ.
തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും ആ. ഉം. നിലയങ്കി ധരിച്ച് ആ. മാർത്ത് പൊൻകച്ച കെട്ടിയവനായി ആ. മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ആ. അവന്റെ തലയും തലമുടിയും ആ. വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, ആ. കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, ഉം. കാൽ ഉലയിൽ ചുട്ടു പഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശവും, ഉം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. ആ. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. ആ. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറി ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. ഉം. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. ആ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ ആ. അവന്റെ കാൽക്കൽ വീണു. ആ. അവൻ വലം കൈ എന്റെ മേൽ വച്ചു. ആ. ഭയപ്പെടേണ്ട, ആ. ഞാൻ ആദ്യനും അന്ത്യനും ഉം. ജീവനുള്ളവനുമാകുന്നു. അപ്പൊ എല്ലാ ഭാഗവും എടുക്കുന്നില്ല. 1-ാം അധ്യായത്തിൽ, പ്രാരംഭ അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാടാ ഇതാ കാണേണ്ടത്. ഇത് കാണാതെ നീ 13-ാം അധ്യായത്തിലെ വെളിപ്പാട് കണ്ടാ നീ കോഴി. 13-നൊന്ന് വായിച്ചേമേ. അപ്പോൾ 10 കൊമ്പും ആണ്ടതാ കുഴപ്പം. 10 കൊമ്പ്, 7 തലയും, 7 തല, കൊമ്പുകളിൽ 10 രാജമുടിയും, കൊമ്പിൽ 10 രാജമുടി, തലയിൽ ദൂഷണ നാമവും ഉള്ള ഒരു മൃഗം. അപ്പം 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കാണാതെ 13-ാം അധ്യായത്തിലെ വെളിപ്പാട് കണ്ടാൽ എന്റെ ഭാഷയെ പറഞ്ഞാൽ നീ പിച്ചും പേയും പറയും. ഞങ്ങളുടെ സഭയുടെ ഒരു തള്ളയുണ്ട്, കോട്ടാലി അമ്മ എന്നാ പറയുന്നത്. കോട്ടാലി തള്ള പറയും പോലെ അന്തും മിന്തും വിളിച്ചു പറയും. ഏതാ മനസ്സിലായോ? 1-ാം അധ്യായത്തിലെ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് കാണാതെ 13-ാം അധ്യായത്തിലെ 1-ഉം 2-ഉം വെളിപ്പാടാ കാണുന്നെങ്കിൽ കിറുക്കുണ്ടാകും, കിറുക്ക്. കാരണം നല്ല വെളിപ്പാടല്ലോ. ഒന്നോട് വായിച്ചോമേ 13-ന്റെ 1-ഉം 2-ഉം. അപ്പോൾ 10 കൊമ്പും ആ കൊള്ളാം. 7 ഒരു കൊമ്പായിട്ട് ഒതുങ്ങുന്നില്ല, പിന്നെ ആ 10 കൊമ്പ്, 10 കൊമ്പും 7 തലയും. ആ നല്ലതാ. ഒരു തലയ്ക്കകത്ത് തന്നെ എന്ത് കുരുട്ടി ചിന്തിച്ചായിരിക്കുന്നേ അല്ലേ? ഇതെല്ലാം കുരുക്ക ഇതിനകത്ത്. അന്നേരം 10 തല, പിന്നെ 10 കൊമ്പും 7 തല, കൊമ്പുകളിൽ 10 രാജമുടി, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണ നാമങ്ങളും ഉള്ളോര്. നല്ല നാമം ഒന്നും അല്ലല്ലോ. നല്ല നാമം ഒന്നേ ഉള്ളൂ, യേശുവിന്റെ നാമം. സ്തോത്രം. നല്ല നാമം യേശുവിന്റെ നാമമാണ്. അതെ, ആ നാമം അങ്ങ് ചൊല്ലിക്കോണം. നാമം ചൊല്ലണം. ഏത് നാമം? ആ ചൊല്ലുന്നുണ്ടോ? അച്ചായൻ ചൊല്ലുവെന്ന് എനിക്കറിയാം, തള്ളമാരി ചൊല്ലുവെന്നുള്ളതാ. സ്തോത്രം. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നും എന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിന് ഇന്നും എന്നും സ്തുതി സ്തോത്രമേ. അതെ, തമിഴിലാ പാടില്ലേ? ഒന്ന് പാടിക്കാൻ. യേശു എന്റെ തിരുനാമത്തിற்கு எப்போதுமே மிக ஸ்தோத்திரம். യേശു എന്റെ തിരുനാമത്തിற்கு எப்போதுமே மிக ஸ்தோத்திரம். ഇതാ നാമം, യേശുവിന്റെ നാമം. എല്ലാ നാമത്തിലും മേലായ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെ മുഴങ്കാലുകൾ മടങ്ങുന്ന നാമം. പാപത്തിന് മോചനം തരുന്ന നാമം. രോഗിയെ സൗഖ്യമാക്കുന്ന നാമം. ഭൂതങ്ങൾ വിട്ടുപോകുന്ന നാമം. കുരുടർക്ക് കാഴ്ച കൊടുക്കുന്ന നാമം. ചെകിടർക്ക് കേൾവി കൊടുക്കുന്ന നാമം. മുടന്തരെ നടത്തുന്ന നാമം. ഊമരെ സംസാരിപ്പിക്കുന്ന നാമം. അവൻ നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവരെ സുഖമാക്കുന്ന നാമം. എല്ലാ നാമത്തിലും മേലായ നാമം. ഹല്ലേലൂയ. അതാ യേശുവിന്റെ നാമം. ദൈവത്തിന്റെ മഹത്വം. പ്രൈസ് ദ ലോർഡ്. ഈ ഇതിന്റെ നെറ്റിയാൽ എഴുതി വെച്ചേക്കുന്ന നല്ല നാമം വല്ലതും ആണോ? എന്താ നാമം ആന്നാ വായില്? ഒന്നും ഞാൻ പറയുന്നില്ല എന്നാക്കെയാന്ന്. നല്ലതൊന്നും അല്ല എഴുതി വെച്ചേക്കുന്നത്. വായിച്ചാലും അത്ര
അല്ല, അത് അങ്ങനെയൊക്കെ എഴുതുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ഇവരുടെ ഏജന്റുമാര് ദൂഷണം. അത് ഈ മൃഗത്തിന്റെ കൊച്ചനിയനും ഉപ്പാപ്പനും ഒക്കെയാണ്. ഇതൊക്കെ എഴുതുമ്പോ ഓർത്തോണം. മൃഗത്തിന്റെ എന്നെ അമ്മയൊന്നും മിണ്ടാത്ത ദൂഷണനാമം. അപ്പൊ ആവശ്യമില്ലാത്തൊക്കെ എഴുതുമ്പോ ഓർത്തോണം. 13 പുള്ളിയുടെ അനിയനാ. 13 പുള്ളിയുടെ നല്ല നാമമൊന്നും അല്ലെന്ന് എഴുതി വെച്ചേക്കുന്നത്. എന്നാൽ യേശുവിന്റെ നാമം അയ്യോ പകർന്ന തൈലം പോലെ. ആ ഒരു പാട്ടുണ്ടല്ലോ, പകർന്ന തൈലം നിന്നാമം. ഇപ്പൊ അത് പാടരുതെന്നാ പറയാന്ന്. ഇപ്പൊ അല്ല അമ്മ, അത് പാടരുതെന്നാ പറയാന്ന്. ഓ അത് പാടരുതെന്നാന്ന് പറയുന്നത്. കൊള്ളുകയല്ലെന്ന്. നമുക്ക് പാടാം. അമ്മയും കൂടെ പാടിക്കും. പകർന്ന തൈല പോൽ നിന്നാമം പാരിൽ പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ പാടി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പാടി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ. എന്റെ പ്രിയനേ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിയിടുമേ. നന്ദിയോടെ ഞാൻ പാടിയിടുമേ. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ. എല്ലാ നാമത്തിലും മേലായ നാമം. ഇത് പകർന്ന തൈലം പോലാന്ന്. വായിച്ചോ 2-ാം വാക്യം വായിച്ചോ. 2 ഉത്തമഗീതം 1:2 അറിവുള്ള വാക്യമാ. വായിച്ചോ ഉത്തമഗീതം. കൊച്ചേ നീ അമ്മയുടെ അടുക്കലോട്ടിരുന്ന വെച്ചാൽ മൈക്കൊന്ന് പിടിച്ചു കൊടുത്തേ. ഏതായാലും നീ ചുമ്മാ ഇരിക്കല്ലയോ. മുന്നോട്ട് കയറിയുന്നേ. എന്നിട്ട് ആ മൈക്ക് പിടിച്ചു കൊടുക്ക. അമ്മ ഒരു കൈക്ക് മൈക്ക് പിടിക്കുകയും പിന്നെ താള് മറിക്കുകയും ചെയ്യുമ്പോൾ അമ്മയും കിടന്ന് കുഴയുക. 1:2 വായിച്ചാൽ മതി. 2:1 പിന്നെ വായിക്കാം. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. മോളെ മൈക്ക് പിടിച്ചു കൊടുക്കും മോളെ. നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. നിന്റെ തൈലം സൗരഭ്യമായത്. നിന്റെ നാമം പകർന്ന തൈലം പോലെ. നിന്റെ നാമം പകർന്ന തൈലം പോലെ. അതായത് നാമത്തിന്റെ വിശേഷത. ഇത് ദൂഷണനാമം അല്ല, ഇത് പകർന്ന തൈലം പോലുള്ള നാമമാണ്. തൈലം പകർന്നാൽ എന്തുവാ അമ്മേ? തൈലം പകർന്ന ആന്നേ 12:3 വായിര്. യോഹന്നാൻ. പക്ഷെ നീ മറിക്കണ്ട, അമ്മ വായിക്കും. മൈക്ക് പിടിച്ചു കൊടുത്താൽ മതി. ഒന്നുകൂടെ വായിര്. അല്ലേ പിരിച്ചെഴുതേണ്ടി ഒരു റാത്തലെടുത്ത് പൂശി തുടച്ച് തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. അതാ തൈലത്തിന്റെ വിശേഷത. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറയും. വീട്ടിനകത്ത് തൈലം പൊട്ടിച്ചാൽ വീട് മുഴുവൻ നിറയും. സഭയ്ക്കകത്ത് ഈ തൈലം പൊട്ടിച്ചാൽ സഭ മുഴുവൻ സൗരഭ്യം. ദേശത്ത് ഈ തൈലം പൊട്ടിച്ചൊടിച്ചാൽ ദേശം മുഴുവൻ സൗരഭ്യം. ഇന്ന് രാത്രി എല്ലാ നാമത്തിലും മേലായ പകർന്ന തൈലം പോലുള്ള യേശുവിന്റെ നാമം ഇവിടെ ഉയർത്തുമ്പോൾ ഈ ദേശത്തിന് സൗരഭ്യമുണ്ടാകും. ദേശത്തിന്റെ അന്ധകാരം മാറും, അരാജകത്വം മാറും, ആത്മഹത്യയുടെ പ്രവണത മാറും,
തമ്മിത്തല്ല്, തലകീറുന്നത്, കത്തിക്കുത്ത്, കൊലപാതകം, ദുർനടപ്പ് എന്ന് വേണ്ട ഇങ്ങനെയുള്ള പാപകൃതികളും മ്ലേച്ഛതകളും മാറ്റുവാൻ പറ്റുന്ന പരിശുദ്ധ നാമമാണ് യേശുവിന്റെ നാമം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് വിളിച്ചു പറയാനേ. എത്രയെത്ര മദ്യപാനികൾ, എത്രയെത്ര കൊലപാതകന്മാർ, എത്രയെത്ര ദുർനടപ്പുകാർ, എത്രയെത്ര മഹാഭാവികൾ ഈ പകർന്ന തൈലം പോലുള്ള പരിശുദ്ധ നാമത്താൽ അവൻ വിടുവിക്കപ്പെട്ടു. ഇന്ന് രാത്രിയും എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് പറയട്ടെ, എല്ലാ നാമത്തിലും മേലായ നാമം പകർന്ന തൈലം പോലുള്ള പരിശുദ്ധ നാമം, അതാണ് യേശുവിന്റെ നാമം. ആ നാമം ഉയർത്തപ്പെടണം. അവസരം കിട്ടുമ്പോഴെല്ലാം പറഞ്ഞോണം യേശുവിന്റെ നാമം. മതം മാറ്റുകയല്ല, സഭ മാറ്റുകയല്ല, പകർന്ന തൈലം പോലുള്ള പരിശുദ്ധ നാമത്തെ ഉയർത്തുക. ഇത് മതം മാറ്റമല്ല, ആമൻ, സഭ മാറ്റാനുമല്ല, ഞാൻ ആരെയും മാറ്റാനും എടുക്കാനും വന്ന ആളല്ല. ഇത് പകർന്ന തൈലം പോലുള്ള പരിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തുക. ഈ നാമം ഉയർത്തപ്പെട്ടാൽ പകർന്ന തൈലം പോലെ ദേശത്തിന്റെ ആമൻ ദുർഗന്ധം മാറും, നിന്റെ കുടുംബത്തിന്റെ ദുർഗന്ധം മാറും, ആമൻ ദേശത്തിന്റെ ദുർഗന്ധം മാറും, വ്യക്തിപരമായ ദുർഗന്ധം മാറും. നിന്റെ ദുർഗന്ധമായ ജീവിതത്തെ മാറ്റി സൗരഭ്യം ആമൻ വിതറുവാൻ ആമൻ പര്യാപ്തമായ പരിശുദ്ധ നാമമായ യേശുവിന്റെ നാമം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാ നാമത്തിലും മേലായ നാമം ആട്ടെ. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ വെളിപ്പാട് കാണണം. അതിനെ ആദ്യം അത് എടുത്തേക്കുന്നത് 1-ലെ ഈ വെളിപ്പാട്. ഇത് കണ്ടേച്ച് വേണം 13-ലെ വെളിപ്പാട് കാണാൻ. ഇത് കാണാതെ 13-ലെ മൃഗവും കൊമ്പും ഒക്കെ കണ്ടാൽ നീ പരിവക്കേടാകും. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് 1 കണ്ടിട്ടില്ല, 13 കണ്ടേച്ചായിരിക്കുന്നത്. ആ നോട്ടോ ഇരിപ്പും കാണുമ്പം ഇപ്പോഴും കൊമ്പ് ഓർത്തിരിക്കുക. ദൈവമേ, 12-ന് വായിച്ചേ. വേറെ എന്നാ കാണുന്നത്? 12-ന് വായിച്ച സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രനും. പിന്നെ ഇതാ കാണുന്നത്. മറ്റേനേക്കാൾ ഇച്ചിരൂടെ മയമുണ്ട്. സൂര്യനെ അണിഞ്ഞ സ്ത്രീ എന്തോ ഒരു അക്രമമാണെന്ന് ഓർത്തോണം. അങ്ങോട്ട് എല്ലാം പോലും നോക്കുകയില്ല. ഉച്ച സമയത്ത് നോക്കിയാൽ മതി, കണ്ണടിച്ചു പോകും. അന്നേരം അവര് സൂര്യനെ അടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ. ഇതൊക്കെ കാണാതിരിക്കുന്ന നല്ലത്. പിന്നെ അടുത്തത് അവളുടെ കാൽ കീഴിൽ ചന്ദ്രനും. അയ്യോ, അത് പിന്നെയും കുഴപ്പമില്ല, ചന്ദ്രനായതുകൊണ്ട്. നമ്മുടെ അപ്പുറത്തെ ചന്ദ്രനല്ല. പിന്നെ അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ഇതൊന്നും കാണാതിരിക്കുന്ന നല്ലത്. സൂര്യനെ അണിഞ്ഞവൾ പാദത്തിങ്കി ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ ആരിവൾ, ആരിവൾ, ആരിവൾ. സൂര്യനെ അണിഞ്ഞവൾ പാദത്തിങ്കി ചന്ദ്രനും 12 താരകം കൊണ്ടുള്ളൊരു മുടി ചൂടിടുന്നവൾ ആരിവൾ, ആരിവൾ, ആരിവൾ. ഇന്നഭിഷേകം ലഭിച്ചു സ്വർഗചിന്തയുള്ളവൾ ക്രിസ്തുവിൻ വരവിനെ ലക്ഷ്യമാക്കി നിൽപ്പവൾ തുല്യയായൊരുത്തിയും. ബാക്കി പാടുന്നില്ല, ഒരല്പ ഉപദേശ പെശകുണ്ട്, അതുകൊണ്ടാണ്. ചെറിയ പെശകുണ്ട് അവിടെ. പാട്ട് മറന്നിട്ടല്ല, ചെറിയ പെശക് കിടപ്പുണ്ട്. എന്തുവാ സമയം എഴുതി തന്നാണ്. അപ്പൊ ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങൾ കാണേണ്ട വെളിപ്പാട് യേശുക്രിസ്തുവിനെ പറ്റി കാണണം. നീ യേശുവിനെ പറ്റി വെളിപ്പാട് കാണാതെ 13-ലെ മൃഗത്തെയും കണ്ട് 12-ന്റെ തള്ളയും കണ്ട് പിന്നെ കാണുന്ന എന്നതാ 3 വായിച്ചോമേ. 12:3. അത് മറ്റൊരു അടയാളം കാണായി. 7 തലയും 10 കൊമ്പും. കൊള്ളാം. തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ള ഒരു മഹാസർപ്പം. അതിനെ കാണാതിരിക്കുന്ന നല്ലത്. അതിന്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചു കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. കൊള്ളാം. നീർക്കോലിയെ കണ്ടിട്ട് തട്ടേ കയറിയവനാ. പിന്നെ ഈ പാമ്പിനെ നീർക്കോലിയെ കണ്ടപ്പം
അന്നേരം പ്രായമുള്ള എടാ അത് നീർക്കോലിയാ. അയ്യോ ആന്നോ, ഞാനോർത്ത് വെമ്പാലയാണ്. നീർക്കോലിയാ കണ്ട പേടിക്കുന്ന നീ ഈ പാമ്പിനെ കണ്ട. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം ഇതാ. വെളിപ്പാട് 13 മൃഗത്തെ കണ്ടും 12:1 സ്ത്രീയെ കണ്ടും 12:3 തീനിറമുള്ള സർപ്പത്തെ കണ്ട് നീ അത് കണ്ട് വെപ്രാളെ കയറാതെ വെളിപ്പാട് 1 യേശുവിനെ കാണണം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് 1 യേശുവിനെ കാണണം. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപടിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാനമുള്ളവനായി, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 പൊൻ നിലവിളക്കണ നടുവിൽ നിലിയങ്കരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ പാപത്തെ മോചിക്കുവാൻ, നിന്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ, നിനക്ക് സമാധാനം നൽകുവാൻ, നിന്നെ രക്ഷിക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ, നിന്റെ ജീവിത ദുർഗന്ധത്തെ മാറ്റി ജീവിതത്തെ സൗരഭ്യപൂർണമാക്കി തീർക്കുവാൻ, നിന്റെ കുടുംബത്തിന്റെ അവന് ദുർഗന്ധം മാറ്റി നിന്റെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകുവാൻ, ദേശത്തിന്റെ ദുർഗന്ധം മാറ്റി ദേശത്തിന്റെ അരാജകത്വം മാറ്റി ദേശത്തെ ഉയർത്തുവാൻ, ദേശത്തെ വിടുവിക്കുവാൻ കഴിവുള്ള യേശു ഇന്ന് രാത്രി കൂടെ വന്നിട്ടുണ്ട്. ആ കർത്താവിന് ഹൃദയം കൊടുക്ക്, ആ കർത്താവിനായി സമർപ്പിക്ക്. ഇന്ന് രാത്രി യേശു നിന്നെ രക്ഷിക്കും. ഞാൻ 3-ാം അധ്യായത്തിന്റെ 20 ആസ്പദമാക്കി സംസാരിക്കണമെന്നൊക്കെ ചിന്തിച്ച നിന്നത്. വേണ്ട, മതി, ഇത് മതി, ആവശ്യമുള്ളതായല്ലോ. വായിച്ചു പിടിച്ചു. ബൈബിളും മടക്കി ഇല്ലേ, പിന്നെ നിങ്ങൾ പ്രയാസപ്പെടും. തന്നെയല്ല, നാളെ വരുന്നവർക്ക് അത് ബുദ്ധിമുട്ടാകും. ഓ, തുടക്കത്തിലെ പുള്ളി 10:30 വരെ ആയിരുന്നു. ദൈവത്തിന് മഹത്വം. പോരെ, ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള വെളിപ്പാട്. ആരാ യേശുക്രിസ്തു? പാപത്തെ മോചിക്കുന്നവൻ. ആരാ യേശുക്രിസ്തു? രോഗത്തെ സൗഖ്യമാക്കുന്നവൻ. ആരാ യേശുക്രിസ്തു? നിനക്ക് സമാധാനം തരുന്നവൻ. ആരാ യേശുക്രിസ്തു? നിന്നെ രക്ഷിപ്പാൻ പൂർണ്ണ കഴിവുള്ളവൻ. ആ യേശുവിനിടയ്ക്ക് വന്നാൽ എന്നാ നിനക്ക് ആശ്വാസം ലഭിക്കും. യേശുവിനിടയ്ക്ക് വന്നാൽ നിനക്ക് സമാധാനം ഉണ്ടാകും. യേശുവിൻ്റെ അടുക്ക വന്നാൽ അവന് സ്തോത്രം, നിനക്ക് നല്ല മേച്ചൽ കണ്ടെത്താം. യോഹന്നാൻ അങ്ങനെ അകത്ത് വരികയും പുറത്തു പോവുകയും നല്ല മേച്ചൽ കണ്ടെത്തും. യേശുവിൻ്റെ അടുക്ക വന്നാൽ അവൻ നിനക്ക് സമാധാനത്തോടെ കിടന്നുറങ്ങാം. ഈ യേശുവിനെ ആരാധിച്ചാൽ നിനക്ക് സമാധാനം ഉണ്ടാകും. ക്രിസ്തു നമ്മുടെ സമാധാനം. ആ കർത്താവിനെ ഇന്ന് രാത്രി രക്ഷിതാവാട്ടിയിട്ടൊക്കെ എൻ്റെ യേശുവെ എൻ്റെ ഉള്ളത്തിൽ വരണം, എന്നെ രക്ഷിക്കണം, എൻ്റെ പാപത്തെ മോചിക്കണം, എന്നെ വിടുവിക്കണമെന്ന് ഇന്ന് രാത്രി പ്രാർത്ഥിക്ക്. യേശു നിന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ആഗ്രഹമുള്ളവർ, താല്പര്യമുള്ളവർ കൈപൊക്കാനൊന്നും ഞാൻ പറയുന്നില്ല, എഴുന്നേറ്റ് നിൽക്കാനും ഞാൻ പറയുന്നില്ല. നിങ്ങളെ അറിയുന്ന ദൈവം ഉണ്ട്. എഴുന്നേറ്റെല്ലാം നിന്ന് കയ്യും പൊക്കി വെച്ച് പിന്നെയും പഴയ പണിക്ക് പോകുന്നതിലും നല്ലത് കൈ പൊക്കിയില്ലെങ്കിലും എഴുന്നേറ്റില്ലെങ്കിലും ഉള്ളത്തിൽ ഏറ്റെടുത്ത് മര്യാദയ്ക്ക് ജീവിക്കുന്നതാണ്. അങ്ങനെ കൈയൊക്കെ പൊക്കി വീശി പോയ ആൾക്കാരെയൊക്കെ നമുക്ക് പലരെ അറിയാം. സ്തോത്രം. വീശിയില്ലെങ്കിലും പൊക്കിയില്ലെങ്കിലും ഇരിക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്തിരുന്ന് ഒരു വാക്ക് പ്രാർത്ഥിയില്ലേ, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണം, എന്നെ തള്ളിക്കളയരുത്, ഇന്ന് രാത്രി എനിക്ക് സമാധാനം നൽകണം. അങ്ങനെ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കട്ടെ. ഒരു നിമിഷം അവൻ പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണമേ, എൻ്റെ ഉള്ളത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ, എന്നെ ഉപേക്ഷിക്കരുത്, അവിടുത്തെ മകളാക്കി തീർക്കണമേ. ആമേൻ. എന്നോടുകൂടെ പ്രാർത്ഥിച്ചവരെ എല്ലാം കർത്താവ് ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ ഈ ദേശത്ത് വന്ന് കർത്താവിൻ്റെ വചനം അല്പസമയങ്ങൾ സംസാരിപ്പാൻ